ഹലോ, വീണ്ടും നമുക്ക് സ്ട്രോനെ കൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പോൾ മുന്നേ 2-3 പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങളെ വെറുപ്പിച്ചതാണ്. എന്നാലും ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ മെട്രോ പോയപ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം പെട്ട ഐറ്റാണ് കേട്ടോ ഈ സ്ട്രോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വുഡൻ സ്റ്റിക്ക് ആയിരുന്നു. പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ടത് സ്ട്രോ ആയത് കാരണം അതിനെ തന്നെ ഇങ്ങ് എടുത്ത് പോന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഫൈനൽ ലുക്ക് കണ്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 4 സ്ട്രോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഒറിജിനൽ ഫ്ലവേഴ്സ് എടുക്കുക. ഒറിജിനൽ ഫ്ലവേഴ്സ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഞാൻ ഒറിജിനൽ ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ദോശ ചുടുന്ന അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമ്മൾ ടോട്ടൽ 4 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 എണ്ണമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പോൾ 4 എണ്ണത്തിന് ഞാൻ ഒറിജിനൽ ഫ്ലവേഴ്സ് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് സെയിം ആണ് കേട്ടോ, എല്ലാം സെയിം ആണ് 4. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡിന് പകരം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിസ്കോ റബ്ബറില്ലേ, അതാണ്. അപ്പോൾ റബ്ബർ ബാൻഡ് ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങിക്കാൻ വിട്ടുപോയി. എൻ്റെ മുന്നിൽ നിന്ന് തിരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഓർമ്മയില്ല ഇത് എന്തിനാണ്, എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുള്ളത് പോലും എനിക്ക് ഓർമ്മയുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ മനസ്സിലിങ്ങനെ പോയി, റബ്ബർ ബാൻഡിൻ്റെ ആവശ്യമുണ്ടോ, ആവശ്യമില്ല, എന്നിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു വന്ന് നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ ലാമ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വേറൊരു ബ്ലൂ ലൈറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കുറച്ച് കല്യാണ വീടൊക്കെ പോലെ തോന്നി. കുറച്ച് ഓവറായ പോലെ ഒരു സംശയമല്ല, സംഭവം ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹായ് പറയോ ചേച്ചിന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഹായ് വിധികനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഹായ് വിധികന. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കണ്ട കേട്ടോ.